തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. പാറളം പഞ്ചായത്തിനെയും ചാഴൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് 250 മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത്. റോഡിലെ ഈ ഭാഗത്ത് ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത്. തൃപ്രയാർ മുതൽ പാലയ്ക്കൽ വരെ BMBC ചെയ്ത റോഡാണിത്. റോഡിന്റെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. തൃപ്രയാറിന്ന് തൃശ്ശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത്. അതിൽ ആലപ്പാടുന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ 250 മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇത് ഔദ്യോഗികമായി ഗതാഗതം തടസ്സം ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത്രയും 250 മീറ്റർ നീളം ലെവൽ നോക്കി ഉയർത്തി BMBC റോഡ് ചെയ്യേണ്ടതാണ്. അതിന് MLA ഫണ്ടോ MP ഫണ്ടോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഈ റോഡിലെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങളിൽ പലതും എഞ്ചിനിൽ വെള്ളം കയറി നിൽക്കുകയും ബ്രേക്കിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് വാഹനങ്ങൾ തെന്നിമറിയാനുള്ള സാധ്യതയും ഏറെയാണ്. അപകട സാധ്യതയുണ്ടായിട്ടും ചാഴൂർ, താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശ്ശൂർക്കുള്ള യാത്രയിൽ 10 കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ്. കേവലം 250 മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. TCV തൃശ്ശൂർ.